ഫ്രണ്ട്സ് ഡേ ഇട്ട് പോവാം. ഹീറോ വെളിയിൽ പോയിരുന്നു. ഹീറോ നടന്നുകൊണ്ട് പോയിരുന്നു. ഷുഗർ ഫോളോ ചെയ്തായിരുന്നു. ഷുഗർ ഇവിടെ ഹീറോ ചേട്ടനുണ്ടായിരുന്നു. രാഹുൽ ഇരിക്കായിരുന്നു. ഹായ് ബേബി എന്ത് ഹീറോ കണ്ട് കഥ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് അമ്മലെ കാണുന്നുണ്ടായിരുന്നു. ഇവന് തച്ച ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു ഹീറോയിൻ്റെ. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ടെൻഷനായി. ഇവിടുന്ന് പോകുന്നതല്ല എന്ന് വായൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങി. ഹീറോ മേലെ കൈ വെച്ചു. ഹീറോയിൻ്റെ ഫ്രണ്ടൊക്കെ മേലെ കണ്ണുണ്ടായിരുന്നു. തെറ്റിദ്ധരിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, മച്ച് എന്താ ഇവൻ തല്ലാതെ, ഇല്ലടി നിനക്ക് ഇവനുള്ളാവോ അത് എന്നാൽ അവളുടെ കാതിൽ കുസു പറയായിരുന്നു. അത് കേട്ട് ഇല്ലടി ഇവൻ മേലല്ല കണ്ണ് എനിക്കിങ്ങനെ പറഞ്ഞ് അങ്ങനെ അവനെ പിടിച്ച് കുത്തി ഒരു പ്ലേസ് കൊണ്ടുപോയി വിളിച്ചോണ്ട് പോയായിരുന്നു. ഷുഗർ നോക്കി എന്താ നോക്കുന്നു, കുത്തി നിനക്ക് എൻ്റെടാ എൻ്റെ പുറകെ നടക്കോ കോട്ടും ഒരു അടിയൊക്കെ ഇട്ടി വരുമൊക്കെ. ഹീറോയിൻ്റെ ചേട്ടനെ ഷാക്കായിരുന്നു. അയ്യാ എന്ന് പറഞ്ഞ് നോക്കി പേടിച്ച് വിറക്കായിരുന്നു. അതുകൊണ്ട് ഷുഗറൊക്കെ ഷാക്കായിരുന്നു. ഇവളെന്താ ഇങ്ങനെ തല്ലുന്നു സാർ, ഇപ്പം സാർ നിങ്ങളിപ്പോൾ രണ്ട് കണ്ണിൽ സാർ നിങ്ങൾക്ക് ഇവള് വേണോ സാർ എന്ന് പറഞ്ഞു. ഷുഗർ പറഞ്ഞു എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞ് ഷുഗർ അവിടുന്ന് പോയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ ചേട്ടൻ ഓഫീസിൽ ഭയങ്കര ജോലിയായിരുന്നു. അങ്ങനെ ഷുഗർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിന് എടാ സാർ നമുക്ക് ഇന്ത്യക്ക് പോടാം സാർ, നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നാളല്ലേ സാർ. ഇല്ലടാ 1 മന്തായി, നമുക്ക് ഇന്ത്യക്ക് പോവാം സാറല്ലടാ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞത് ഓർമ്മ സാർ. അതൊക്കെ വീട്ടിൽ ഓക്കെ അല്ലേ സാർ? ഞാൻ ചോദിച്ചു കേട്ടോ നോക്കളാ സാർ, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഓക്കെ ആണ് സാർ. നിങ്ങൾക്ക് എനിക്ക് പ്രശ്നമില്ല, എൻ്റെ വീട്ടിൽ ഡബിൾ ഓക്കെ. അങ്ങനെ ഹീറോയിനെ പെണ്ണും കാണാൻ ഇന്ത്യക്ക് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഈ ഫോട്ടോത്തിൽ കാണും മതി സാരി എടുത്തിടുന്നു ഹീറോയിൻ. ഇങ്ങനെ വെച്ചിട്ട് ഇവന് ഈ ചക്കൻ ഇങ്ങനെ ഓടിക്കണം ഒരു ഐഡിയ നോക്കിയെന്ന് ഹീറോയിൻ ഒരു ഐഡിയ നോക്കി ഇങ്ങനെ സാരി എടുത്ത് അങ്ങനെയായിട്ട് ഹീറോയിൻ സാരി എടുത്ത് പോയായിരുന്നു. അങ്ങനെ വീട്ടിൽ അവരെല്ലാം സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് ഷുഗറിൻ്റെ വീട്ടിലെല്ലാം ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ ഓക്കെ തന്നെ ആയിരുന്നു. ഷുഗർ റൂമൊക്കെ ഹീറോയെ വിളിച്ചായിരുന്നു. ഹീറോ പറഞ്ഞു അവരെല്ലാം അങ്ങനെ വീട്ടിലെല്ലാം ഓക്കെ തന്നെ ആയിരുന്നു. ഹീറോയിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു വീട്ടിലുകാർ. അങ്ങനെ അവരെല്ലാം ഓക്കെ തന്നെ ആയി. ഹീറോയ്ക്ക് ടെൻഷനായി. ഇവനെ വെക്കാൻ പാടില്ല, ഇവനെ തല്ലണം, കാണാൻ സൗണ്ടായിട്ട് എന്താ വെച്ചാൽ എനിക്ക് മാരേജ് ഇപ്പോൾ ഇൻട്രസ്റ്റും ഇല്ല അങ്ങനെ പറഞ്ഞ ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ജോളിയായിട്ട് എൻജോയ് ചെയ്യണം, ട്രിപ്പ് പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്, പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ഹീറോ ഫാമിലി ഓക്കെ എന്താ ഷുഗർ പറഞ്ഞു മാരേജ് വെക്കാം, ഇപ്പം നമ്മളെല്ലാവരും പോവാം. ഹീറോയിൻ്റെ ഫുള്ള് ചേട്ടൻ വൈഫൊക്കെ അറിയും, നിങ്ങളിവിടെ നിന്ന് പോകും എന്ന് ഹീറോ ഒരു പ്ലാൻ പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ എല്ലാവരും അവിടെയുള്ള പ്ലേസിൽ കുറച്ച് അടുത്തുള്ള വീട്ടുകാരനെ എടുത്തിട്ട് ഷുഗർ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അവളെ ഞാൻ കറക്റ്റായിട്ട് മാരേജ് കഴിക്കുക. അവൾ ടെൻഷനാണ്, അവളെ കോൾഡ് ഇത് ശരിയാക്കുക, എല്ലാം മാരേജ് സമ്മതിക്കില്ല. അങ്ങനെ വീട്ടുകാർ എല്ലാം അപ്പുറത്തെ വീട്ടിലുള്ള അവരെല്ലാവരും പോയായിരുന്നു. ഷുഗർ വീട്ടിലൊക്കെ വന്നായിരുന്നു. ഷുഗർ വാതുവെള്ളം അടിച്ചായിരുന്നു. ഷുഗറിനെ കണ്ട് ഹീറോ ഷോക്കായിരുന്നു. എന്താ അമ്മ കണ്ടു എന്നാൽ ഹീറോ അതേ സാരി എടുത്തായിരുന്നു. അതുമാത്രം അതേ സാരിയല്ല ഉള്ളത്, ചേഞ്ച് ചെയ്തില്ല. ഹീറോയ്ക്ക് പുറത്ത് ഫ്രണ്ടും കൂടെ കറങ്ങാനിരിക്കുകയായിരുന്നു. അതേ സാരി നല്ല സൂപ്പറായിട്ടുണ്ട് പറഞ്ഞ് ഹീറോയിൻ ഡാൻസിൽ കളിച്ചുകൊണ്ടായിരുന്നു ഹീറോയിൻ. അതെ ഒരുമാതിരി ഡ്രസ്സ് അതിനായിട്ട് ഉണ്ടായിരുന്നു. ഷുഗർ ഹീറോയിൻ മലക്കിള നോക്കുമായിരുന്നു. അതെ ഷുഗർ ഹീറോയിന് ഡോർ ലോക്ക് ചെയ്തതിനകത്ത് വന്ന് ഹീറോയിൻ ഷോക്കായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് കേട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അതുകൊണ്ട് ഹീറോയിനെ പിടിച്ച് എന്നിട്ട് തൂക്കി ഇവിടെ നിന്ന് തല്ലായിരുന്നു. ഷുഗർക്ക് ബോക്സിങ് അറിയും. ഷുഗർ അവളെ കടിച്ചാമെന്നാണ് അതത്ര ഹീറോയിനെ പിടിച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ ഇങ്ങനെ ഏറ്റിട്ട് അവളെ കൊണ്ടുപോയി ഹീറോ തയ്ക്കായിരുന്നു. എനക്കൊന്നും എടുക്കല എന്ന് പറഞ്ഞ ഷുഗർ എടുത്തോണ്ട് അതെ അവിടെ തയ്ക്കാൻ പോകുന്നു. ഇങ്ങനെ കയ്യിലെല്ലാം കെട്ടിയെടുത്ത് അങ്ങനെ അവർക്ക് വേണ്ടവർക്ക് എല്ലാം നടന്നു. ഷുഗറിനോട് മുറക്കായിരുന്നു. ഷുഗർ പറയാൻ തുടങ്ങി ഇപ്പം എങ്ങനെ ടീ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഷുഗറിനോട് പറയായിരുന്നു. ഷുഗർ പറഞ്ഞിട്ട് പോയി. എല്ലാം നടന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അപ്പോൾ എൻ്റെ വീട് വരും എന്ന് പറഞ്ഞു. ആ ഹീറോയിൻ്റെ വീട്ടിൽ എന്നെ മാരേജ് ചെയ്തത് അതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് ഇങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. പാലെടുത്തോണ്ട് ഹീറോ റൂമിൽ വന്നായിരുന്നു. അങ്ങനെ ഫോട്ടോ സാരി നന്നായിട്ട് കൊടുത്ത് ഹീറോ റൂമിൽ വന്നു. പാല് കുടിക്കുന്ന പാലിൽ ഒന്ന് കളിക്കായിരുന്നു.
ഇത് ഹീറോയിൻ്റെ ചേട്ടനും കണ്ടു. ഇത് ഷുഗർക്ക് പറഞ്ഞയച്ചു. ഓഹോ, ഇത് നടക്കാണോ? ഹീറോയിൻ്റെ ചേട്ടനിക്ക് അങ്ങനെ എല്ലാം ഡൗട്ട് ഉണ്ടായിരുന്നു. അതേമാതിരി പറഞ്ഞു ഷുഗർ മനസ്സിലായി. ഇപ്പോൾ ഈ പാലൊക്കെ കുടിച്ചാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് ഹീറോയി ആ പാല് ഷുഗർ കുടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ പിടിച്ചു. ഷുഗർ പറഞ്ഞിട്ട് പാൽ കുടിക്കാനും പറഞ്ഞായിരുന്നു. ഷുഗർ പറഞ്ഞു, ഞാൻ പാൽ നീ കുടിച്ചിരുന്നു. ഇല്ല, നിങ്ങൾ കുടിയെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഷുഗർ പറഞ്ഞു, എനിക്ക് പാൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പം എന്ത് പറയാന്ന്. ഷുഗർ പിടിച്ചു. ഹീറോയിനെ വെച്ച് കിസ്റ്റാണ്. ഹീറോ തയ്ക്കാൻ തുടങ്ങി. വിടുന്നുള്ളത് ആ ഹീറോയിൻ തള്ളി. ശരി, ഓക്കെ, ഇപ്പോൾ പാൽ നീ കുടിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടക്കാൻ തുടങ്ങി. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷുഗർ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഹീറോയ്ക്ക് കുറച്ച് പിടിക്കാൻ തുടങ്ങി. എല്ലാ ഗേൾസും പറയാൻ തുടങ്ങി, മച്ചി നിനക്ക് എങ്ങനത്തെ ഹാൻസം ആയിട്ടുണ്ട്, നിനക്ക് അവനെ ഇഷ്ടമില്ല, ഞങ്ങൾ മാരേജ് കഴിക്കും. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഞങ്ങളാട്ടി എൻ്റെ ഹസ്ബൻഡ് എത്ര ഹാൻസം ആയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ടോ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ജലസാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് കണ്ണൊക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി ഷുഗർക്ക് വേണമെന്ന് ഇരിപ്പ് കാട്ടി. ഇങ്ങനെ ഷുഗർ വേണമെന്ന് കിസ്റ്റായിരുന്നു. ഷുഗർക്ക് ഷോക്കായിരുന്നു. എന്താ ഇവളെന്ന് വെച്ചാൽ എന്നെ ജോലിക്കാൻ വിടുന്നില്ല, സ്ഥലത്ത് ടെൻഷനായിരുന്നു. പയ്യന്മാർ ടോർച്ചറാക്കുന്നതെന്ന് ഷുഗറിനെ ടോർച്ചർ ചെയ്തതെന്ന് വാന്ന് വിളിച്ച് ടോർച്ചറാക്കിയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഇപ്പോൾ ട്വിൻസ് ബേബീസാണ്. ഒരു ഗേൾ ബേബി, ഒരു ബോയ് ബേബി. ഫസ്റ്റ് ഗേൾ ബേബി, നെക്സ്റ്റ് ബോയ് ബേബി. ഹീറോയിൻ നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങി. ഡേയ്സ് പോകാൻ തുടങ്ങി. കുട്ടികൾ വളർന്നുണ്ടായി. ഇപ്പോൾ കുട്ടികൾക്ക് 6 വയസ്സായി. ആ മമ്മി, മിന്നു എന്ത് പറ്റി? എനിക്ക് ടോയ്ച്ച് മോം തല്ലി. എൻ്റെ മുടി പിടിച്ച് വലിച്ചു. എന്തിനാ തളിച്ച്? മിന്നു എന്നെ തല്ലി അമ്മ. ഇങ്ങനെ വഴക്ക് ഉണ്ടാക്കാൻ പാടില്ല. കുട്ടികൾ നല്ല സ്ട്രോങ് ആയിരിക്കും, മനസ്സിലായോ? ശരി മോം എന്ന് പറഞ്ഞ് കുട്ടികൾ അവിടെ പോയായിരുന്നു. എന്നിട്ട് ഹീറോയിൻ എന്താ പറഞ്ഞിട്ട് ഹീറോയിൻ എനിക്കാണ് ബോക്സിങ് ട്രെയിനിങ് എടുക്കുക. ഷുഗർ എനിക്കാം, അല്ല മിന്നു ഹീറോയിൻ എനിക്കും. ഷുഗർ എനിക്കാണ്. രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. ഷുഗർ ഭയങ്കര ജോലിയായിരുന്നു. കമ്പനിയിൽ നിന്ന് കുറേ ടെൻഷനൊന്നും ഉണ്ടായിരുന്നു. ടെൻഷൻ കുറച്ച് വീട്ടിൽ ആരുമില്ലല്ലോ.